So students, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എടുക്കാൻ പോകുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്തിനുള്ള ടെൻഡൻസിയാണ്? സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക പോയിന്റിലേക്ക് ഡാറ്റകൾ കൺസോളിഡേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു ന്യൂ ബോൺ ബേബിയുടെ വെയിറ്റ് എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഒരു ന്യൂ ബോൺ ബേബിയുടെ വെയിറ്റ് എടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓൾവേസ് നിയർ ടു ദ വാല്യൂ 3 kilograms. 2.75 മുതൽ 3.25 വരെയാണ് റേഞ്ച് വരുന്നത്. റേഞ്ച് അത് തന്നെയാണെങ്കിലും ആ വാല്യൂസ് എല്ലാം കിടക്കുന്നത് 3 എന്ന് പറയുന്ന വാല്യൂവിന്റെ അടുത്തായിരിക്കും. അപ്പോ എല്ലാ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയ്ക്കും ഇതേ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഒരുപാട് വാല്യൂസ് ഉണ്ടെങ്കിലും എല്ലാ വാല്യൂസും ഒരു പ്രത്യേക വാല്യൂവിനോട് അടുത്ത് നിൽക്കുന്നതായിരിക്കും. അപ്പൊ ആ ഒരു ടെൻഡൻസിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. സെൻട്രൽ ഈ അടുത്ത ഒരു പ്രത്യേക വാല്യൂവിനോട് അടുത്ത് നിൽക്കുക എന്ന് പറയുന്നത് പലതരം വാല്യൂസ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്ന സംഭവം. പക്ഷേ അരിത്മെറ്റിക് മീൻ അല്ലാത്ത മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി വേറെ ഒരുപാട് എണ്ണം ഉണ്ട്. മീൻ, മീഡിയൻ, അതൊക്കെ വരും ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പൊ എന്താണെങ്കിലും നമ്മൾ ഇന്നത്തെ പ്രോപ്പർട്ടി നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാലും അതിലത്തെ ഡാറ്റ അതിലത്തെ എൻട്രീസ് എല്ലാം തന്നെ ഒരു പ്രത്യേക വാല്യൂവിനോട് ചുറ്റുവട്ടത്തായിരിക്കും കിടക്കുന്നുണ്ടാകുക. ആ വാല്യൂ ഏതാണ് ആ വാല്യൂ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 4 ടോപ്പിക്കുകൾ വീഡിയോകളായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിലെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്ന ആവറേജ് വാല്യൂ, അതിനെയാണ് ഈ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. 2-3 തരത്തിൽ നമ്മൾ അരിത്മെറ്റിക് മീനുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് അരിത്മെറ്റിക് മീൻ ആണ്. അപ്പൊ അതിനുള്ള 2 ചെറിയ കാര്യങ്ങൾ പറയാം. സെറ്റ് ഓഫ് വാല്യൂസ്, n വാല്യൂസ് ഉണ്ടെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ n വാല്യൂസ് എന്ന് പറയുമ്പോൾ 10, 12, 100 എന്ത് തുടങ്ങിയാകാം. n വാല്യൂസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ആ വാല്യൂസിനെ x1, x2, x3, etc. xn എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഏത് n വാല്യൂസിനെ, അല്ലെങ്കിൽ y1, y2, y3, etc. ഇങ്ങനത്തെ വേരിയബിളുകൾ കൊണ്ടാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റയെ അല്ലെങ്കിൽ എൻട്രീസിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ചില നൊട്ടേഷൻസ് ആണ്. സിഗ്മ i equal to 1 to n xi. സിഗ്മ i equal to 1 to n xi എന്ന് പറയുന്നത് x1 plus x2 plus etc. xn, അതായത് ഈ എൻട്രീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് സിഗ്മ i equal to 1 to n xi എന്ന് പറയുന്നത്. ഈ നൊട്ടേഷൻ ഓർത്ത് വയ്ക്കുക, നമ്മൾ പല സന്ദർഭങ്ങളിലും ഉപയോഗിക്കുന്നതാണ്. ഇനി സിഗ്മ i equal to 1 to n axi, സിഗ്മ i equal to 1 to n axi എന്ന് പറയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിലത്തെ ഓരോ എൻട്രീസിനെയും a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അതാണ് ഈ ax1 plus ax2 plus etc. axn. അപ്പൊ സിഗ്മ i equal to 1 to n axi എന്ന് പറഞ്ഞാൽ ax1 plus ax2 plus etc. axn. സിഗ്മ i equal to 1 to n xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 plus x2 plus etc. xn. അതിന്റെ കൂടെ തന്നെ xi yi 2 വേരിയബിളുകൾ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിഗ്മ i equal to 1 to n, സിഗ്മ j equal to 1 to n xi yj എന്ന് പറയുന്നത് i നും j ക്കും ഓരോരോ വാല്യൂസ് വീതം കൊടുത്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ പറയുന്നത് സിഗ്മ i equal to 1 to n, സിഗ്മ j equal to 1 to n xi yj. സാധാരണ നിലയ്ക്ക് പറയാ x1 y1 plus x2 y2 plus etc. xn. ഇത് നമ്മൾ അധികം ഉപയോഗിക്കില്ല, etc. xn yn ആണ്. ഇത് അധികം ഉപയോഗിക്കേണ്ടി വരില്ല. ഈ 2 പക്ഷെ നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നതായിരിക്കും. അപ്പൊ ഇത് ഒരു ബേസിക് നൊട്ടേഷൻ ആണ്. അപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സിൽ കളക്ഷൻ ഓഫ് ഡാറ്റയെ നമ്മൾ വേരിയബിൾസിന്റെ രൂപത്തിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. x1, x2, etc. xn, സിഗ്മ xi, സിഗ്മ axi, പിന്നെ അതേപോലെ സിഗ്മ xi yj. ഇതൊക്കെ നമ്മൾ വരുന്ന സെക്ഷനുകളിൽ ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ ആദ്യത്തേക്ക് പോവാണ്. ആദ്യത്തെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയും എടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിപക്ഷം വാല്യൂസും ഒരു പ്രത്യേക വാല്യൂവിനോട് അടുത്ത് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും. ആ അടുത്ത് കിടക്കുന്ന ആ ഭൂരിപക്ഷ വാല്യൂസ് ഏത് വാല്യൂവിനോടാണോ അടുത്ത് കിടക്കുന്നത് ആ വാല്യൂവിനെയാണ് നമ്മൾ സെൻട്രൽ ടെൻഡൻസി എന്ന് സാധാരണ നിലയ്ക്ക് പറയുന്നത്. അപ്പൊ there is a tendency to move towards the center അല്ലെങ്കിൽ towards a particular value. ആ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പൊ അതിൽ ആദ്യത്തേതാണ് നമ്മൾ അരിത്മെറ്റിക് മീൻ, അല്ലെങ്കിൽ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ എന്താണ്
എന്നുള്ളതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. രണ്ട് തരത്തിലുള്ള നമ്മൾ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാൻ സാധിക്കും. രണ്ട് മീനുകളുണ്ട് നമ്മുടെ സിലബസിൽ, അതാണ് നമ്മൾ പറയുന്നത്. Now, ഡാറ്റ തന്നിട്ടുണ്ട് x1, x2, etc. xn. n വേരിയബിൾസ് ആണ്, n ഐറ്റംസ് ആണ്, x1, x2, etc. xn. ഇതിന്റെ അരിത്മെറ്റിക് മീൻ അല്ലെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ x bar am is denoted as x bar. X bar is defined as 1 by n sigma I equal to 1 to n xi. ഇതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോം. X bar average arithmetic mean x bar equal to 1 by n sigma I equal to 1 to n xi. അല്ലെങ്കിൽ ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ x bar equal to ഈ സിഗ്മയുടെ എക്സ്പാൻഷൻ ഇത് കൊടുക്കുക into 1 by n എന്ന് പറയുമ്പോൾ x1 plus x2 plus etc. xn divided by n. ഇതാണ് സിഗ്മ xi. അപ്പോൾ ഇതിന് സിഗ്മ xi ക്ക് ഈ എക്സ്പാൻഷൻ കൊടുക്കുക into 1 by n ചെയ്യുക എന്ന് പറയുമ്പോൾ x1 plus x2 plus etc. xn whole divided by n. സാധാരണ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്, എല്ലാ വാല്യൂസും ആഡ് ചെയ്യുന്നു, ടോട്ടൽ നമ്പർ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അതാണ് നമ്മുടെ x bar അല്ലെങ്കിൽ അരിത്മെറ്റിക് മീൻ. ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസി ആണ് അരിത്മെറ്റിക് മീൻ ഓഫ് എ ഗിവൺ ഡാറ്റ. ബേസിക് അരിത്മെറ്റിക് മീൻ, ബേസിക് ആവറേജ് അല്ലെങ്കിൽ സാധാരണ അരിത്മെറ്റിക് മീൻ, വലിയ സ്പെഷ്യലൈസേഷൻ, വലിയ പ്രത്യേകതകളൊന്നുമില്ല, സാധാരണ ആവറേജ് കണ്ടുപിടിക്കുന്ന പോലെ തന്നെയാണ്. സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഫോർമുല ഫോർ അരിത്മെറ്റിക് മീൻ. ഓക്കെ, x1, x2, etc. x എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്ട് ഡാറ്റകളാണെങ്കിൽ ഈ ഡാറ്റയുടെ അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 1 by n sigma I equal to 1 to n xi. 1 by n sigma I equal to 1 to n xi or x bar equal to x1 plus x2 plus etc. plus xn divided by n. ഇനി ചില ഡാറ്റകളിൽ ഈ ഐറ്റംസ് റിപ്പീറ്റഡ് ആയിട്ട് വരും. x1 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 ഒരു 10 പ്രാവശ്യം ഒന്നുണ്ടാവും, x2 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 ഒരു 3 പ്രാവശ്യം ഒന്നുണ്ടാവും. അങ്ങനെ ഓരോന്നും ചിലപ്പോ x1 എന്ന് പറയുന്നത് f1 ടൈംസ് റിപ്പീറ്റഡ് ആയിട്ടുണ്ടാവും. ചില ഡാറ്റ അങ്ങനെയാണ്. x2 എന്നുള്ളത് f2 ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എക്സെട്ര xn എന്നുള്ളത് fn ടൈംസ് റിപ്പീറ്റഡ് ആണെന്ന് വിചാരിക്കും. ഒരു ഡാറ്റയാണ്. അതില് x1 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 x2 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 x3 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 അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫോർമുലയിൽ ചെറിയൊരു വ്യത്യാസമല്ല, അതേ ഫോർമുല തന്നെയാണ്, വേറെ രീതിയിലാണ് പറയുന്നത് മാത്രം. ഇൻ ദാറ്റ് കേസ് x bar equal to എങ്ങനെ x bar കണ്ടുപിടിക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ x1 plus x2 plus etc. xn ഓരോന്ന് n ടൈംസ് f1 x1 f1 ടൈംസും x2 f2 ടൈംസും ഒക്കെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യണം. അപ്പൊ x1 plus x2 plus etc. xn plus x2 plus x2 plus x2 plus etc. x2 plus etc. xn plus xn plus etc. xn. ഇത് f1 ടൈംസ് ഉണ്ടാകും, ഇത് f2 ടൈംസ് ഉണ്ടാകും, ഇത് fn ടൈംസ് ഉണ്ടാകും. f1 10 ആണെങ്കിൽ 10 പ്രാവശ്യം x1 plus x1 plus x1 plus etc. x1 എന്ന് പറയുന്നത് ഇവിടെ x1 ആണ്, 10 പ്രാവശ്യം x1 ആഡ് ചെയ്തിട്ടുള്ളത്. x2 5 പ്രാവശ്യം ആണെങ്കിൽ x2 plus x2 plus x2 അത് 5 പ്രാവശ്യം. അങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന മൊത്തം ഉള്ളത് ആഡ് ചെയ്തത് ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ. ടോട്ടൽ നമ്പർ ആദ്യത്തെ കേസിൽ n ആയിരുന്നു, x1 x2 etc. xn n ആയിരുന്നു നമ്പർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് f1 plus f2 plus etc. fn. ഇതാണ് റിപ്പീറ്റഡ് ഡാറ്റ വരുമ്പോൾ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുന്ന ഫോർമുല. അതിന്റെ ഷോർട്ടസ്റ്റ് ഫോം എഴുതി കഴിഞ്ഞാൽ x bar equal to sigma I equal to 1 to n fi xi divided by sigma I equal to 1 to n fi xi എന്ന് പറയുമ്പോൾ x1 plus x1 plus extra f1 ടൈംസ് ആണ്. x1 എന്നുള്ളത് f1 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ f1 into x1 അതാണ് വരുന്നത്. അപ്പോൾ this can be written as f1 x1 plus f2 x2 plus etc. plus fn xn the whole divided by f1 plus f2 plus etc. plus fn. ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതായത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x1 എന്ന് പറയുന്നത് f1 ടൈംസ് ആണെങ്കിൽ f1 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ f1 into x1 1 plus 1 അല്ലെങ്കിൽ 2 plus 2 plus 2 that is 3 into 2 എന്ന് പറയുന്ന പോലെ x1 plus etc. x1 f1 ടൈംസ് ആണ്. അപ്പോൾ f1 into x1 x2 plus x2 plus etc. x2 f2 ടൈംസ് ആണ്. അപ്പോൾ f2 x2 plus etc. അപ്പോൾ അതിന്റെ ഷോർട്ട് ഫോം ആണ് sigma I equal to 1 to n fi xi divided by f1 plus f2 plus etc. fn ടോട്ടൽ നമ്പർ ആണ്. അത് sigma I equal to 1 to n fi. പ്രോബ്ലംസ് രണ്ട് പ്രോബ്ലം ചെയ്യാം, ക്ലിയർ ആകും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞത് ഡിസ്റ്റിങ്ക്ട് ഡാറ്റ വരുമ്പോൾ അരിത്മെറ്റിക് മീൻ എങ്ങനെ കണ്ടുപിടിക്കാം. എങ്ങനെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിച്ചത്, സാധാരണ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എത്ര എണ്ണങ്ങളുണ്ടോ അതുകൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അതായത് x1 plus x2 plus etc. xn divided by n. രണ്ടാമത്തെ കേസിൽ x1
ഒരു F1 ടൈംസ് വന്നിട്ടുണ്ട്, X2 F2 ടൈംസ് വന്നിട്ടുണ്ട്, എക്സെട്ര Xn Fn ടൈംസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അരിത്മെറ്റിക് മീൻ ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? X1 പ്ലസ് X ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. X1 പ്ലസ് X1 അങ്ങനെ F1 ടൈംസ്, അതായത് F1 X1 പ്ലസ് X2 പ്ലസ് X2 എക്സെട്ര അത് F2 ടൈംസ്, അതായത് F പ്ലസ് F2 X2 പ്ലസ് എക്സെട്ര X എന്ന് പറയുന്നത് Fn ടൈം ആണ്. F1 X1 Xn പ്ലസ് Xn പ്ലസ് എക്സെട്ര Xn Fn ടൈംസ്, that is Fn Xn divided by total number, that is F1 plus F2 plus etc. Fn. അപ്പൊ അതിന്റെ ഷോർട്ട് ഫോം ആണ് സിഗ്മ i equal to Fi xi divided by sigma Fi. So that is the second formula for arithmetic mean. ഇനി മൂന്നാമതൊരു തരം arithmetic mean കൂടി ഉണ്ട്, that is weighted arithmetic mean എന്നാണ് പറയുന്നത്. weighted arithmetic mean. ചില സിറ്റുവേഷനിൽ ഇപ്പൊ നമ്മൾ ഒരു പരീക്ഷ നടത്തുകയാണ്, അസൈൻമെന്റ് ഉണ്ട്, യൂണിറ്റ് ടെസ്റ്റുകൾ, അസൈൻമെന്റുകൾ ഉണ്ട്, ഇന്റേണൽ മാർക്ക് സെഷണൽ ഇന്റേണൽ യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ട്, ഫൈനൽ എക്സാം ഉണ്ട്. അപ്പൊ നമ്മൾ ഗ്രേഡ് കൊടുക്കുകയാണ്. അസൈൻമെന്റിന് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ഇന്റേണൽ എക്സാമിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്, ഫൈനൽ എക്സാമിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ അതിന് വെയിറ്റ് കൊടുക്കുകയാണ്. അസൈൻമെന്റിന്റെ വെയിറ്റ് ഒന്നേ ഉള്ളൂ, ഇന്റേണൽ എക്സാമിന് വെയിറ്റ് 2 ആണ്, ഫൈനൽ എക്സാമിന് വെയിറ്റ് 3 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെ വരുന്ന സിറ്റുവേഷൻ, അതായത് ഓരോ എൻട്രീസിനും സിഗ്നിഫിക്കൻസ് ഡിഫറെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന, അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്ന, അത് ഉപയോഗിച്ച് ആ ഡാറ്റ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന ആവറേജിനെയാണ് അല്ലെങ്കിൽ അരിത്മെറ്റിക് മീനെയാണ് വെയ്റ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. ഇവിടെ ഡെഫിനിഷൻ നോക്കാം. This idea is used when we associate certain weighting factors, say W1, W2, etc., Wn for the values x1, x2, etc., xn respectively. അതായത് x1 എന്ന് പറയുന്ന സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്ന വാല്യൂവിന്റെ സിഗ്നിഫിക്കൻസ് W1 ആണ്. അപ്പൊ അസൈൻമെന്റിന് അത്രയ്ക്ക് വേണ്ട, ഒരു വെയിറ്റ് കൊടുക്കും, വെയിറ്റ് ഒന്ന് തന്നെയാണ്. അസൈൻമെന്റ് മാർക്ക് അങ്ങനെ തന്നെ എടുത്താൽ മതി. ഇന്റേണലിന്റെ മാർക്ക് വെയിറ്റ് 2 ആണ്, അപ്പൊ അവിടെ ഇരട്ടി സിഗ്നിഫിക്കൻസ് കൊടുക്കുകയാണ്. ഇന്റേണലിന്റെ മാർക്കിന് ഇരട്ടി സിഗ്നിഫിക്കൻസ്. ഫൈനൽ എക്സാമിന് വെയിറ്റ് 3 എന്ന് പറഞ്ഞാൽ ഫൈനൽ എക്സാമിന്റെ മാർക്കിന് 3 ഇരട്ടി സിഗ്നിഫിക്കൻസ് കൊടുക്കുകയാണ്. അതേപോലെ തന്നെയാണ് അപ്പൊ we are associating certain weighting factors, say W1, W2, etc., Wn for the values x1, x2, etc., xn. അങ്ങനെ വരുമ്പോൾ the weighted average or weighted arithmetic mean is found out by the formula x bar equal to W1 x1 plus W2 x. ഇതിന്റെ വേറൊരു ഫോം തന്നെയാണ്, എങ്കിലും നമ്മൾ വെയിറ്റഡ് രൂപത്തിൽ പറയുന്നത് മാത്രം. W1 x1 plus W2 x2 plus etc. Wn xn the whole divided by W1 plus W2 plus etc. Wn. ഇതാണ് വെയിറ്റഡ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അപ്പൊ 3 തരം അരിത്മെറ്റിക് മീനുകളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സാധാരണ അരിത്മെറ്റിക് മീൻ, എല്ലാം കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടാമത് റിപ്പീറ്റഡ് വാല്യൂ വരുമ്പോൾ എന്താണ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് അല്ലാത്ത വാല്യൂസ് വരുമ്പോൾ എങ്ങനെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ രണ്ടാമത്തേത് പഠിച്ചത്. ഒന്ന് സൂം ചെയ്ത് നോക്കിയാൽ കാണാം, രണ്ടാമത്തെ ഫോർമുലയെ പഠിച്ചത്. മൂന്നാമത്തേത് വെയിറ്റഡ് അരിത്മെറ്റിക് മീൻ എന്താണെന്നുള്ളതാണ്. ഓരോ വാല്യൂസിനും പ്രത്യേക വെയിറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അതിന്റെ ഫോർമുലയാണ് ഈ പറഞ്ഞത് W1 x1 plus W2 x2 plus etc. Wn xn divided by W1 plus W2 plus etc. Wn. അതാണ് വെയിറ്റഡ് അരിത്മെറ്റിക് മീൻ. ഈ 3 കാര്യങ്ങളാണ് പ്രിലിമിനറി ആയിട്ട് അരിത്മെറ്റിക് മീനിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഈ അരിത്മെറ്റിക് മീൻ വെച്ചിട്ട് നമ്മൾ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഡാറ്റയെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സെൻട്രൽ ടെൻഡൻസികൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പോ ന്യൂ ബോൺ ബേബിയുടെ വെയിറ്റ് എത്ര വേണം, അപ്പൊ എന്താ നമ്മൾ ചെയ്യുന്നത്, ലക്ഷക്കണക്കിന് കുട്ടികൾ ഉണ്ടാകുമ്പോൾ അവരുടെ വെയിറ്റ് എത്രയാണ് കണ്ടുവരാറ്, അറൌണ്ട് 3 kilograms. അപ്പോ സാധാരണ ഒരു കുട്ടി ഉണ്ടാകുമ്പോൾ എത്ര വെയിറ്റ് ഉണ്ടാകണം, അറൌണ്ട് 3 kilograms ഉണ്ടാകണം. അതാണ് ഈ സെൻട്രൽ ടെൻഡൻസി അല്ലെങ്കിൽ മീനിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്ന് എത്ര വേരിയേഷൻ ഉണ്ട് അതനുസരിച്ച് വേണം ഈ കുട്ടിക്ക്, ഭയങ്കര വേരിയേഷൻ ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അതിന് പകരം ചികിത്സ കൊടുക്കണം. വലിയ വേരിയേഷൻ ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ആയിട്ട് നമ്മൾ കണക്കാക്കും. അപ്പൊ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്, ഒരു എന്താ പറയാ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുന്നത്. സാധാരണ എത്ര വേണം, അതിൽ നിന്ന് എത്ര വേരിയേഷൻ ഉണ്ടായാലും അനുസരിച്ച് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഇപ്പം ന്യൂ ബോൺ ബേബീസിന്റെ ഇപ്പൊ 1 കിലോ 1.5 കിലോ ആണ് ഒരു കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ അവർ അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ അതിനനുസരിച്ച് ആ കുട്ടിക്ക് ന്യൂ ബോൺ ബേബിക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കേണ്ടി വരും. 4 kilograms ആണ് ആ കുട്ടിയുടെ വെയിറ്റ് എങ്കിൽ അതിനനുസരിച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് 3 ആണ് വരേണ്ടത്, അല്ലെങ്കിൽ അറൌണ്ട് 3 ആണ് വരേണ്ടത്. അത് നമ്മൾ പല ഡാറ്റ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ അതനുസരിച്ച് ചികിത്സ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. എല്ലാ രോഗങ്ങളുടെ കാര്യം ഇത് തന്നെയാണ്. അപ്പൊ നമ്മള് ഒരു കൊറോണ വരികയാണെങ്കിൽ, കൊറോണ വരുമ്പോൾ അവരുടെ സാധാരണ ടെമ്പറേച്ചറിൽ നിന്ന് എത്ര കണ്ട് വ്യത്യാസം വരും, പനിക്ക് എത്ര കണ്ടും വ്യത്യാസം വരാം കൊറോണ വരുമ്പോൾ. അത് നമ്മള് വെറുതെ പറയുന്നതല്ല, കുറെ കൊറോണ പേഷ്യൻസിന് എങ്ങനെ
ടെമ്പറേച്ചർ ഡിഫറൻസ് വന്നിട്ടുണ്ട്, അതിന്റെയൊക്കെ ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് വേരിയേഷൻസ് നമ്മൾ പറയുന്നത്. അതാണ് ഈ സിഗ്നിഫിക്കൻസ് ഈ അരിത്മെറ്റിക് മീനിന്റെ. അപ്പൊ നമ്മൾ ഇവിടെ അടുത്ത് പറയാൻ പോകുന്നത് അരിത്മെറ്റിക് മീനിന്റെ, അതായത് നമ്മുടെ ഫസ്റ്റ് സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള അരിത്മെറ്റിക് മീനിന്റെ മെറിറ്റും ഡിമെറിറ്റുകളും ആണ്. എക്സാം ഓറിയന്റിൽ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയാണ്. വാട്ട് ആർ ദ മെറിറ്റ്സ് ഓഫ് അരിത്മെറ്റിക് മീൻ, വാട്ട് ആർ ദ ഡിമെറിറ്റ്സ് ഓഫ് അരിത്മെറ്റിക് മീൻ ചോദിക്കാം. വളരെ എളുപ്പമുള്ളതാണ്. മെറിറ്റുകൾ 4 ഉണ്ട്, ഡിമെറിറ്റ്സ് 3 ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് മീൻ ഇസ് ഡിഫൈനബിൾ ആൻഡ് ഈസി ടു കമ്പ്യൂട്ട്. വളരെ എളുപ്പമാണ്. എന്താണ് അരിത്മെറ്റിക് മീൻ? ആവറേജ് ആണ്. എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം? ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ കമ്പ്യൂട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതാണ് അതിന്റെ ആദ്യത്തെ പ്രത്യേകത. വളരെ പെട്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റർ വെച്ചിട്ട് അത് അല്ലെങ്കിൽ നമുക്ക് എല്ലാ ഡാറ്റയും നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിഫൈൻ ചെയ്തിട്ടുള്ളതാണ്, വെൽ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഒരു മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അരിത്മെറ്റിക് മീൻ എന്ന് പറയുന്നത്. അതാണ് ആദ്യത്തെ മെറിറ്റ്. രണ്ടാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡ്സ് ഓൾ ഒബ്സർവേഷൻസ് ആൻഡ് the arithmetic mean depends on each value. അതായത് ഓരോ വാല്യൂസിനും x1 plus x2 plus xn ആണ്. അപ്പോൾ ഓരോ x1നും അതിന്റേതായ കോൺട്രിബ്യൂഷൻ അരിത്മെറ്റിക് മീനിലേക്ക് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെ വാല്യൂസും ഈ അരിത്മെറ്റിക് മീനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂവിന്റെയും ഒരു ഏതാണ്ട് കണക്കാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് മെറിറ്റ്. മൂന്നാമത്തെ മെറിറ്റ് എന്ന് പറഞ്ഞാൽ നോ നീഡ് ടു ഗ്രൂപ്പ് ഡാറ്റ. ഇവിടെ x1 x2 x എന്ന് പറയുന്നത് നമ്മൾ ഒരു അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ഒന്നും ആവശ്യമില്ല. എല്ലാം കൂടെ ആഡ് ചെയ്യാം, എന്നിട്ട് n കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് ഏത് ഓർഡറിലാണെങ്കിലും കുഴപ്പമില്ല. അഡീഷൻ ആണ്, എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അത് രണ്ടാമത്തെ കേസ് ആണെങ്കിലും മൂന്നാമത്തെ കേസ് ആണെങ്കിലും എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് വളരെ എന്താ പറയാ ഗ്രൂപ്പ് ഒന്നും ചെയ്യാൻ, ഗ്രൂപ്പ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വേറൊരു ടാസ്ക് ആണ്. സെപ്പറേറ്റ് എഫർട്ട് വേണ്ടതാണ്. ഗ്രൂപ്പ് ഒന്നും വേണ്ട, വെറുതെ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അതിന്റെ ടോട്ടൽ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Now can be calculated by knowing the sum. എല്ലാ വാല്യൂസും ഇൻഡിവിജ്വൽ ആയിട്ട് അറിഞ്ഞോളന്നില്ല. മൊത്തം എത്രയാണ് എന്നുള്ളത് അറിഞ്ഞാൽ മതി, എണ്ണവും പറഞ്ഞാൽ മതി. എന്നിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് കിട്ടും. 1000 കുട്ടികളുടെ വെയിറ്റിന്റെ സം ഇത്രയാണ്. അപ്പൊ ഒരു കുട്ടിയുടെ വെയിറ്റ് എത്ര എന്ന് ചോദിച്ചാൽ ഓരോ കുട്ടിയുടെ വെയിറ്റ് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. നമുക്ക് മൊത്തം ഇപ്പൊ നമ്മള് ബൾക്ക് കാരിയറിലെ സാധനങ്ങൾ കൊണ്ടുപോകണം. ബൾക്ക് കാരിയറിലെ ആ മൊത്തം കാരിയറുടെ വെയിറ്റ് എത്രയാണ് എന്ന് നോക്കിയിട്ട് ഓരോ ഐറ്റത്തിനും എത്ര വെയിറ്റ് വരും എന്നുള്ളത് കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോന്നിനെയും പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തില് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയാ അസോസിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് 10 കാരിയേഴ്സ് ഉണ്ട്, അതിന് 1000 ആണ് വെയിറ്റ് എങ്കിൽ ഓരോന്നിന്റെ വെയിറ്റ് 100 ആയിരിക്കും. ഒരു പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അരിത്മെറ്റിക് മീൻ അത് അതിനനുസരിച്ച് നമുക്ക് ചാർജസ് ഈടാക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതാണ് 4ാമത്തെ മെറിറ്റ് എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ഇതിന് ഡിമെറിറ്റ്സും ഉണ്ട്. ഡിമെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സ്ട്രീം വാല്യൂസ് അതിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് ഏതെങ്കിലും 2 വാല്യൂ വളരെ കൂടുതലായാൽ മതി, മൊത്തം ആവറേജിന്റെ കണക്കങ്ങ് മാറിപ്പോകും. അപ്പൊ നമുക്ക് ആക്ച്വൽ വാല്യൂ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്കത് മനസ്സിലാവും. ഞാൻ അപ്പൊ പറഞ്ഞു തരാം. എന്താണെങ്കിലും ഈ എക്സ്ട്രീം വാല്യൂസ് വളരെ ചെറിയ വാല്യൂ വരികയും ഒരു 20 എണ്ണം സാധാരണ വാല്യൂവും 3 എണ്ണം വളരെ ചെറിയ വാല്യൂവും അല്ലെങ്കിൽ 3 എണ്ണം വളരെ കൂടുതൽ വാല്യൂ ഭയങ്കര വലുപ്പമുള്ള വാല്യൂ വരികയാണെങ്കിൽ നമ്മുടെ കാൽക്കുലേഷനിൽ എറർ വരാൻ സാധ്യതയുണ്ട്. അക്യുറേറ്റ് പിക്ചർ നമുക്ക് ഈ അരിത്മെറ്റിക് മീൻ കൊണ്ട് ആ ഡാറ്റയെ കുറിച്ച് കിട്ടുകയില്ല. അതായത് 10 കുട്ടികളുടെ ഹൈറ്റ് അല്ലെങ്കിൽ 10 കുട്ടികളുടെ വെയിറ്റ് എടുക്കുകയാണ്. എല്ലാം 50 കിലോ ആണെന്ന് വിചാരിക്കും. 3 കുട്ടികളുടെ വെയിറ്റ് 100 കിലോ ആയി വന്നു എന്ന് വിചാരിക്കാം. 10 കുട്ടികളുടെ വെയിറ്റ് 50, ബാക്കി 3 കുട്ടികളുടെ വെയിറ്റ് 100 ആണെങ്കിൽ നമുക്ക് ആവറേജ് കിട്ടുന്നത് വളരെ 70 റേഞ്ചിലൊക്കെ ആയിരിക്കും ആവറേജ് കിട്ടുക. പക്ഷെ ആക്ച്വലി വെയിറ്റ് എത്രയാണ് വേണ്ടി വരുന്നത്? 10 കുട്ടികളുടെ വെയിറ്റ് 50 ആണ്, ഭൂരിപക്ഷം 50 ആണ്. പക്ഷെ നമുക്ക് ആവറേജ് കിട്ടുന്നത് കയറിപ്പോകും. അപ്പൊ അതുകൊണ്ട് ഒരു അക്യുറേറ്റ് പിക്ചർ ഈ അരിത്മെറ്റിക് മീൻ കൊണ്ട് എക്സ്ട്രീം വാല്യൂസിനെ ഡിപെൻഡ് ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ആദ്യത്തെ ഡിമെറിറ്റ്. രണ്ടാമത്തെ ഡിമെറിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ mere inspection will not give arithmetic mean. വെറുതെ നോക്കിയിട്ട് ഏതാണ്ട് ഇത്ര നമുക്ക് പറയാൻ സാധിക്കില്ല. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക വേണം. കാൽക്കുലേറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ മാനുവലിയോ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക വേണം. mere inspection will not give the arithmetic mean. വെറുതെ നോക്കിയിട്ട് ഇതാണ് ആവറേജ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിക്കും. അത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്യുക തന്നെ വേണം. അതാണ് രണ്ടാമത്തെ ബുദ്ധിമുട്ട്. മൂന്നാമത്തെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ error is greater if some data is missing. ഈ 100 ഡാറ്റയിൽ 100 കളക്ഷൻ ഡാറ്റകളിലെ 100 ഐറ്റംസിന്റെ കളക്ഷനിൽ ഒരു 2 എണ്ണം മിസ്സിംഗ് വന്നു കഴിഞ്ഞാൽ ഈ ആവറേജ് കണക്കാക്കുന്നത് കംപ്ലീറ്റ് മാറിപ്പോവാനും സാധ്യതയുണ്ട്. അപ്പൊ എറർ കൂടുതലാണ്. ഡാറ്റ നമ്മൾ ലക്ഷക്കണക്കിന് ഡാറ്റ നമ്മൾ എടുക്കുമ്പോൾ അതിലൊരു 10-100 ഡാറ്റ അല്ലെങ്കിൽ 1000 ഡാറ്റ മിസ്സിംഗ് വരാനും അല്ലെങ്കിൽ തെറ്റ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ ആ ചെറിയ തെറ്റ് പോലും അരിത്മെറ്റിക് മീനിനെ വല്ലാതെ ബാധിക്കുന്നതായിട്ട് കാണാറുണ്ട്.
അപ്പൊ അതാണ് മൂന്നാമത്തെ ഡിമെറിറ്റ്. അപ്പൊ 4 മെറിറ്റുകളുണ്ട്, ഇതിന് 4 ഡിമെറിറ്റ്സ് ഉണ്ട്. നോട്ടുകൾ എന്തെങ്കിലും ഞാൻ നോട്ടുകൾ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വാട്സാപ്പ് ഇട്ട് തരുന്നതായിരിക്കും. അപ്പൊ അതിൽ ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ക്ലാസ്സിൽ ഞാൻ എടുത്ത് തരുന്നത് മാത്രമേ ഉള്ളൂ. അരിത്മെറ്റിക്കിന്റെ മെറിറ്റുകളും ഡിമെറിറ്റുകളാണ് ഇവിടെ പറഞ്ഞത്. 4 മെറിറ്റും ഉണ്ട്, 3 ഡിമെറിറ്റും ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിച്ചൊന്ന് സൂം ചെയ്ത് നോക്കി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുക, സ്ഥലത്തിന്റെ കൊണ്ട് ഞാൻ ചെറുതാക്കിയിട്ട് എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോ പറഞ്ഞത് എന്താണ് അരിത്മെറ്റിക് സെൻട്രൽ ടെൻഡൻസി എന്താണെന്ന് പറഞ്ഞു, അതിന്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞു, അതിൽ ആദ്യത്തെ സെൻട്രൽ ടെൻഡൻസി ആയിട്ടുള്ള അരിത്മെറ്റിക് മീൻ എന്താണെന്ന് പറഞ്ഞു, അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നമ്മളിപ്പോ പറഞ്ഞത്. ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നതെന്ന് വെച്ചാൽ വീഡിയോ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് now we will do some problems. Compute the arithmetic mean for the following data. 2 ഡാറ്റ ഉണ്ട്. ഇതിന്റെ വളരെ എളുപ്പമുള്ള പ്രോബ്ലം ആണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കുക. എന്താണ് അരിത്മെറ്റിക് മീൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ആഡ് ചെയ്യുക, അതിനെ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ആദ്യത്തെ ഡാറ്റ 1 11 5 3 4 6 12 20 31 ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. 9 ഡാറ്റയാണുള്ളത്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 93 divided by 9 that is 10.3. അപ്പൊ ഈ ഡാറ്റയുടെ ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10.3 ആണ്. വളരെ ബേസിക്, എല്ലാവർക്കും അറിയാം ആവറേജ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ പരീക്ഷകൾക്കൊക്കെ ആവറേജ് എത്ര മാർക്ക് ഉണ്ട് കണ്ടുപിടിക്കുന്നതാണ്. അടുത്ത ഡാറ്റ എന്ന് പറഞ്ഞാൽ 1 1 1 3 3 7 7 7 7 8 8 റിപ്പീറ്റഡ് ഡാറ്റ വരുന്നുണ്ട്. റിപ്പീറ്റഡ് ഡാറ്റയിൽ എങ്ങനെ ആവറേജ് കണ്ടുപിടിക്കുക? കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഇൻടു ദാറ്റ് പർട്ടിക്കുലർ ഡാറ്റ എല്ലാം കൂടെ ആഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നോക്കാം 3 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്. അപ്പോൾ 3 into 1 f1 x1 plus f2 x2 plus extra fn xn. അപ്പോൾ ഇവിടെ f1 എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 into 1 plus f2 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2 പ്രാവശ്യം 3 വന്നിട്ടുണ്ട്. അപ്പോൾ 2 into 3 plus 4 into 7 plus 2 into 8 plus 3 into 13 plus 14. 1 into 14 ആണ്. 1 into 14 the whole divided by total എത്ര ഡാറ്റ ഉണ്ട്? 3 plus 2 5 5 4 9 9 2 11 11 4 15. അപ്പോൾ ടോട്ടൽ സം ഡിവൈഡഡ് ബൈ 15. 3 into 1 ഇവിടെ നോക്കുക. f1 x1 എന്ന് പറയുമ്പോൾ 3 into 1. f1 എന്ന് പറഞ്ഞാൽ 3 ആണ്, ഫ്രീക്വൻസി 3 ആണ്. 3 പ്രാവശ്യം 1 വന്നിട്ടുണ്ട്. അപ്പോൾ 3 into 1. 2 പ്രാവശ്യം 3 വന്നിട്ടുണ്ട്. അപ്പോൾ 2 into 3 plus 4 into 7 plus extra എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ 15 കൊണ്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഫ്രീക്വൻസി കൊണ്ട് ഡിവൈഡ് ചെയ്ത് 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് 106 by 15 that is 7.06. അപ്പൊ ഈ ഡാറ്റയുടെ ആവറേജ് 7.06 ആണ്. അപ്പൊ ആദ്യത്തെ ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. രണ്ടാമത്തെ ഫോർമുല ഈ ഫോർമുല വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്തു. ഇനി വെയിറ്റഡ് മീൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. If final exam in a course is weighted 3 times as quiz and a student has final exam grade 85 and the quiz grades 70 90, find the final grade. അവിടെ വെയിറ്റഡ് ആവറേജ് ആണ്. അപ്പൊ ഫൈനൽ എക്സാമിന് അവിടെ പറഞ്ഞിട്ടുള്ളത് 3 times as quiz. കുട്ടിയെ പരീക്ഷിക്കുകയാണ്, ക്വിസ് നടത്തുന്നുണ്ട്, ഫൈനൽ എക്സാം നടത്തുന്നുണ്ട്. 2 ക്വിസ് നടത്തി, ഒരു ഫൈനൽ എക്സാം നടത്തി. അപ്പോ 2 ക്വിസിന്റെ മാർക്ക് 70 90 ഫൈനൽ എക്സാമിന്റെ മാർക്ക് 85 ആണ്. എന്നിട്ട് പറയുകയാണ് ഫൈനൽ എക്സാം ഈസ് വെയിറ്റഡ് 3 times as quiz. ക്വിസിന്റെ 3 ഇരട്ടിയാണ് ഫൈനൽ എക്സാമിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വെയിറ്റ്. അപ്പോൾ ആവറേജ് എത്ര എന്നാണ് ചോദിച്ചത്. 2 ക്വിസ് നടത്തിയിട്ടുണ്ട്, ഒരു ഫൈനൽ എക്സാം നടത്തിയിട്ടുണ്ട്. ക്വിസിനേക്കാൾ 3 ഇരട്ടിയാണ് ഫൈനൽ എക്സാമിന് നമ്മൾ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടിയുടെ ആവറേജ് എത്രയാണ്? ഫൈനൽ എക്സാമിന്റെ മാർക്ക് വന്നിട്ടുണ്ട് 85, ക്വിസിന്റെ മാർക്ക് വന്നിട്ടുണ്ട് 70 90. അപ്പൊ 70 90 2 ക്വിസ് നടത്തിയിട്ടുണ്ടെങ്കിലും അതിന്റെ 3 ഇരട്ടി ആയിരിക്കും ഫൈനൽ എക്സാമിൽ നമ്മൾ കണക്കാക്കുന്നത്. അതിന്റെ 3 ഇരട്ടി സിഗ്നിഫിക്കൻസ് ഫൈനൽ എക്സാമിന്റെ മാർക്കിനുണ്ട്. അപ്പോൾ ആ കുട്ടിയുടെ മാർക്ക് എത്ര? അപ്പൊ നോക്കാം. 85 has weight 3. ഫൈനൽ എക്സാമിന്റെ മാർക്കാണ്, അതിന്റെ വെയിറ്റ് 3 ആണ്. 70 90 വെയിറ്റ് 1 ആണ്. ക്വിസിന്റെ ഒരു വെയിറ്റേ ഉള്ളൂ. 70 90 9 അല്ല, this is 90. 70 and 90 അതിനെ ഒരു പ്രാവശ്യം കണക്കാക്കിയാൽ മതി. ഇത് ഒരു പ്രാവശ്യം കണക്കാക്കുമ്പോൾ അതിന് 3 times ആണ്, 3 പ്രാവശ്യം കണക്കാക്കണം. അപ്പൊ 85 has weight 3, 70 and 90 ക്വിസിന്റെ മാർക്ക് has weight 1. അപ്പൊ അരിത്മെറ്റിക് മീൻ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 into 70 ഒരു പ്രാവശ്യം വെയിറ്റ്, ഒരു വെയിറ്റേ ഉള്ളൂ ക്വിസിന്. 1 into 70 plus 1 into 90 ക്വിസിന് 2 ക്വിസിന് ഓരോ വെയിറ്റ് വെച്ചിട്ടേ ഉള്ളൂ. പ്ലസ് 3 into 85 അതായത് ഫൈനൽ എക്സാമിന് 3 വെയിറ്റ് ആണുള്ളത്. 3 ടൈംസ് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ 1 into 70 plus 1 into 90 plus 3 into 85 അതായത് 70 plus 90 plus 3 into 85 that is 415 by 5 that is 83. അപ്പോൾ ക്വിസിന് ഏതെങ്കിലും ഒരു ക്വിസിന് മാർക്ക് കുറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ ആവറേജിനെ വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. ബാധിക്കുന്ന എപ്പോഴാണ്? ഫൈനൽ എക്സാമിന്റെ മാർക്ക് കുറഞ്ഞാലാണ് ആ കുട്ടിയുടെ ആവറേജിന് കാര്യമായിട്ട് ബാധിക്കുകയുള്ളൂ. അതാണ് ഈ വെയിറ്റഡ് ആവറേജ് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. W1 X1 ഇവിടെ W1 എന്ന് പറഞ്ഞാൽ 1 ആയിരുന്നു, X1 എന്ന് പറഞ്ഞാൽ 70 ആയിരുന്നു ക്വിസിന്റെ മാർക്ക്. W2 എന്ന് പറഞ്ഞാൽ again it is 1,
x2 എന്ന് പറഞ്ഞാൽ 90, രണ്ട് ക്വസ്റ്റിന്റെ മാർക്ക് 1 into 90 പ്ലസ് w3 x3 എന്ന് പറയുമ്പോൾ w3 എന്ന് പറഞ്ഞാൽ അവിടെ 3 ആണ്, 3 into x3 എന്ന് പറഞ്ഞാൽ ഫൈനൽ എക്സാമിന്റെ മാർക്കാണ് 85. ഞാൻ ഇവിടെ 85 79 എഴുതിയെങ്കിലും നമ്മൾ ക്വിസിന്റെ മാർക്ക് ആദ്യമായിട്ട് നമുക്ക് x1 ആയിട്ട് കണക്കാക്കുന്നു, x2 ആയിട്ട് ക്വിസിന്റെ മാർക്ക് കണക്കാക്കുന്നു. അതുകൊണ്ട് ഓർഡർ ഇസ് മെറ്റീരിയൽ. അപ്പോൾ ഈ കുട്ടിയുടെ ആവറേജ് എന്ന് പറഞ്ഞാൽ 70 plus 90 plus 3 into 85 equal to 415 by 5 equal to 83. ഇത് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. 83 ആണ് അവരുടെ ആവറേജ് വരുന്നത്. So that is our weighted arithmetic mean. ഇനി നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ചെയ്യുന്നത് ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഈ അരിത്മെറ്റിക് മീൻ എക്സ്ട്രീം വാല്യൂസിനെ വളരെയധികം ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് നോക്കിയാൽ അറിയാം. The monthly income of 5 houses in a locality is 4,000, 4,500, 3,500, 5,000 and 23,000. 5 വീടുകളോ. ഒന്നിന്റെ ഇൻകം 4,000, അടുത്തതിന്റെ ഇൻകം 4,500, അടുത്തതിന്റെ ഇൻകം 3,500, അടുത്തതിന്റെ ഇൻകം 5,000, പിന്നെ 23,000. അപ്പൊ 5 വീടുകൾ അടുത്തടുത്തുണ്ട്. അപ്പം 4 വീടുകളിലെ ഇൻകവും ഒരു വീടിന് മാത്രം 23,000 ഉണ്ട്. അപ്പൊ നമ്മളൊരു സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് എത്ര കണ്ട് ഈ വീടുകൾക്ക് സഹായിക്കണം എന്ന് നമ്മൾ ഒരു സ്റ്റഡി നടത്താൻ വിചാരിക്കുക, അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. അപ്പൊ ഇവരുടെ ആവറേജ് മന്ത്ലി ഇൻകം എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ വാട്ട് ഇസ് ആവറേജ് മന്ത്ലി ഇൻകം നോക്കാം നമുക്ക്. 4,000 plus 4,500 plus 3,500 plus 5,000 plus 23,000 divided by 5. Average monthly income is 8,000. നോക്കൂ 4 വീടുകൾക്കും 5,000 അതിൽ താഴെയാണ് ഇൻകം വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടെ ആവറേജ് എത്ര കിട്ടിയത്? 8,000 ആണ്. ഇതൊരു കറക്റ്റ് വാലിഡേഷൻ അല്ല. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഒരു വീടിന് മാത്രം 23,000 ആയി ആനുവൽ അല്ലെങ്കിൽ മന്ത്ലി ഇൻകം. ഒരു വീടിന് മാത്രം മന്ത്ലി ഇൻകം 23,000. മറ്റു 4 വീടുകൾക്കും 5,000 അതിൽ താഴെയോ. പക്ഷെ ആവറേജ് കിട്ടിയത് എത്ര? 8,000 ആണ്. അവിടെ ഒരു എറർ വന്നിട്ടുണ്ടല്ലോ. ശരിക്കും ആവറേജ് എത്രയായിരുന്നു വരേണ്ടിയിരുന്നത്? 5,000 ചുറ്റുവട്ടത്തായിരുന്നു, അല്ലെങ്കിൽ 4,500 ചുറ്റുവട്ടത്തായിരുന്നു ആവറേജ് ഇൻകം വരേണ്ടിയിരുന്നത്. പക്ഷെ എത്ര വന്നത്? 8,000 ആണ് വന്നത്. അത് എന്തുകൊണ്ടാ? ഈ 23,000 എന്ന് പറയുന്ന ഒരു വലിയൊരു വാല്യൂ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇനി ഇവിടെ 23,000 പകരം 10,000 ആണെന്ന് വിചാരിക്കാം. 23,000 അല്ലെങ്കിൽ ഇവിടെ 2,000 ആണെന്ന് വിചാരിക്കാം. 23,000 2,000 ആണെങ്കിൽ മന്ത്ലി ആവറേജ് അപ്പോഴും എറർ വരും. ഒരു വീടിന് മാത്രം വളരെ വലിയ എറർ വരില്ല. പക്ഷെ ഇത് വലിയ എറർ വരാൻ കാരണം the difference is much more greater. 5,000 to 23,000 തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 18,000 രൂപയുടെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ആവറേജ് റിഫ്ലക്ട് ചെയ്യും. അതാണ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. അപ്പൊ എക്സ്ട്രീം വാല്യൂസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അക്യുറേറ്റ് പിക്ചർ നമുക്ക് പലപ്പോഴും അരിത്മെറ്റിക് മീൻ കിട്ടിക്കൊള്ളുന്നില്ല. ഡാറ്റയെ അനുസരിച്ചിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സിറ്റുവേഷൻസിലൊക്കെ ഒരുപാട് ഡാറ്റ കോടിക്കണക്കിന് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് അക്യുറേറ്റ് വാല്യൂ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് അരിത്മെറ്റിക് മീനിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു ഡീമെറിറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പ്രോബ്ലമാണ്. അപ്പോൾ വേറെ ഒന്നും നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. സെൻട്രൽ ടെൻഡൻസിയും അരിത്മെറ്റിക് മീൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എങ്ങനെ അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാം, അതിന്റെ ചില പ്രശ്നങ്ങളും ചില ഗുണങ്ങളുമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ബാക്കിയുള്ളത് നമ്മൾ അടുത്ത വീഡിയോയില് മീൻ, മീഡിയൻ മോഡ്, മീൻ കഴിഞ്ഞു, മീഡിയൻ മോഡ്, പലതരം മീനുകളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. അടുത്ത ക്ലാസ്സുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.